നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പട്ടാമ്പി സ്വദേശി പ്രവീണാണ് മരിച്ചത്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയും ധനസഹായം നൽകാനും തീരുമാനം. വെടിക്കെട്ട് അപകടമുണ്ടായ മുണ്ടത്തിക്കോട് പാടശേഖരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തി. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിരുന്നു പരിശോധന. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച അവ്യക്തത തുടരുന്നു. കരിമരുന്ന് കൊളുത്താൻ ഉപയോഗിക്കുന്ന തിരികെട്ടുന്നതിനിടെ കനത്ത ചൂടുമൂലമുണ്ടായ തീപ്പൊരിയാകാം വൻ സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്ന് സൂചന. വെടിക്കെട്ട് ശാലകളിൽ സുരക്ഷ കർശനമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വെടിക്കെട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമുള്ള പ്രത്യേക ധനസഹായ തുക വർദ്ധിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുളങ്ങുന്നത്ത് മെഡിക്കൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാലയിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച എരുമപ്പെട്ടി കുണ്ടന്നൂർ സ്വദേശി സുവിന്റെ സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. വീട്ടിൽ നടന്ന പൊതുദർശനത്തിൽ 100 കണക്കിന് പേർ അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനം നാളെ. സർക്കാർ തീരുമാനം അംഗീകരിക്കുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. കൊടുങ്ങല്ലൂരിൽ ബന്ധുവിനോടൊപ്പം യാത്ര ചെയ്യവേ ഇരുചക്ര വാഹനത്തിൽ നിന്നും വീണ് പരിക്കേറ്റ വീട്ടമ്മ മരിച്ചു. മതിലകം കൂളിമുട്ടം മേലെഴുത്ത് ഷാജഹാന്റെ ഭാര്യ 48 വയസ്സുള്ള സാബറിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. വാൽപ്പാറ ചുരത്തിൽ ടെമ്പോ ട്രാവലർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. ചികിത്സയിലായിരുന്ന 39 വയസ്സുകാരൻ നൌഷാദാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10ആയി. ഇരിങ്ങാലക്കുടയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷം രൂപയുടെ നഷ്ടം. ഠാണാവ് ചന്തക്കുന്നിൽ ബിഷപ്പ് ഹൌസിന് സമീപം സ്മിത സിൽക്സ് എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസിൽ നിന്ന് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ചെമ്പൂച്ചിറ സ്വദേശി അരുൺ മാരാത്തിനെ പട്ടികജാതി ക്ഷേമ സമിതി മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി അനുമോദിച്ചു. PKA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ശിവരാമൻ ഉപഹാരം സമ്മാനിച്ചു. സ്ത്രീകൾക്ക് അധികാര പങ്കാളിത്തം ഉറപ്പാക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയെ തോൽപ്പിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാടിനെ ശക്തമായ പ്രതിഷേധവുമായി നേരിടുമെന്ന് BJP നോർത്ത് ജില്ലാ കമ്മിറ്റി. 28-ന് വടക്കാഞ്ചേരിയിൽ മഹിളാ മുന്നേറ്റ റാലി, ഒപ്പുശേഖരണം, പോസ്റ്റ് കാർഡ് നിവേദനങ്ങൾ അയക്കൽ എന്നിവ നടക്കും. കേരളത്തിലെ തിരുപ്പതി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിലെ ബ്രഹ്മോത്സവം ഇന്നു മുതൽ 29 വരെയുള്ള ദിവസങ്ങളിലായി നടക്കും. 23-ന് വൈകിട്ട് 6-ന് ഗുരുവായൂർ ക്ഷേത്രമൂരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നാട്ടിക 4ാം വാർഡിലെ വിദ്യാർത്ഥികളെ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പുറം കിഡ്സിന്റെയും അഴീക്കോട് ഫെഡറേഷനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മാമോഗ്രാം ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഴീക്കോട് സെന്റ് തോമസ് റോമൻ കത്തോലിക്ക ചർച്ചിൽ നടന്ന ക്യാമ്പ് എമിലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി തിരുനാളിനോടനുബന്ധിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് അവലോകന യോഗം നടന്നു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. കൊടും ചൂടിൽ തളർന്നുവരുന്ന വഴിയാത്രക്കാർക്ക് കുളിർമയേകാൻ കൊടകര പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം ആരംഭിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ മരിച്ച പഴയന്നൂർ വെന്നൂർ സ്വദേശി പറക്കൊണ്ടിൽ സുദർശന ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. വീട്ടിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കരിച്ചു. കടങ്ങോട് തെക്കുമുറിയിൽ പേവിഷബാധയെന്ന് സംശയിക്കുന്ന തെരുവ് പൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെക്കുമുറി അയ്യപ്പൻകാട്ടിൽ ശ്രീജൻ, ഇടുകാട്ട് വീട്ടിൽ ചന്ദ്രമതി എന്നിവരെയാണ് പൂച്ച ആക്രമിച്ചത്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസേഫ് പിതാവിന്റെ തിരുനാളിന്റെ വരവറിയിച്ച് പുണ്യാളൻ പ്രദേശത്തിന്റെ നേതൃത്വത്തിൽ നഗര വിളംബര ഘോഷയാത്ര നടന്നു. തീർത്ഥകേന്ദ്ര വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. വളർത്തുനായയെ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ വധിക്കാൻ ശ്രമിച്ച 3 പേരെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഏനാമാവ് കരുവന്തല സ്വദേശികളായ നമ്പുള്ളി സന്ദീപ്, വടക്കുംതല വീട്ടിൽ മുകേഷ്, കാര്യാടൻ വീട്ടിൽ അമൽജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
മുണ്ടത്തിക്കോട് അപകടം സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രായം, സാമ്പത്തിക സ്ഥിതി എന്നിവ കണക്കിലെടുത്ത് നഷ്ടപരിഹാരം നൽകണമെന്നും KPCC പ്രസിഡന്റ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് പാറമേക്കാവിന്റെ വെടിക്കെട്ട് നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പാലക്കാട് ജില്ലാ കളക്ടറാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. വെടിക്കെട്ട് പുരയിലുണ്ടായ അപകടത്തിൽ മരിച്ച ചങ്ങരംകുളം ആലങ്കോട് അട്ടക്കുന്ന് സ്വദേശി പള്ളിയാലിൽ മണികണ്ഠന്റെ സംസ്കാരം നടന്നു. ജനപ്രതിനിധികളും സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ മണികണ്ഠന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുണ്ടത്തിക്കോട് ദുരന്തം കനത്ത ചൂട് കാരണമല്ലെന്ന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ. ഷോർട്ട് സർക്യൂട്ട് സാധ്യതയിൽ ഉൾപ്പെടെ അന്വേഷണം പുരോഗമിക്കുന്നു. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. SSK തൃശൂർ DPO KB ബ്രിജി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.